സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്ന് മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം. നിന്റെ വലതുഭാഗത്ത് നിന്റെ 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടന്റെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം തന്നെ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെല്ലിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. കർത്താവിൻ്റെ വചനം അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. I've climbed to
Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white. ഇന്നേ ദിവസം രണ്ടുപേരും വിവാഹിതരാവുകയാണ്. അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ദൈവം നൽകി അനുഗ്രഹകരമായ ദീർഘമായ അർത്ഥവത്തായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഏകനായിട്ടല്ല, ഒരു കുടുംബമായിട്ടാണ് സൃഷ്ടിച്ചത്. ആദ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു എന്ന്. ആ അനുഗ്രഹം അവർക്ക് മാത്രമുള്ള ഒന്നല്ല, ക്രിസ്തുവിനോടൊപ്പമുള്ളൊരു യാത്രയാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ വേദനകൾ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ക്രിസ്തു. നിങ്ങളുടെ ഗാർഹികമായ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവിടെയും ക്രിസ്തുവുണ്ട്. യേശുദമ്പുരാനോടൊപ്പമുള്ളൊരു യാത്രയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത്. അതുകൊണ്ട് ഈ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷ മാത്രമല്ല, ഒരു തുടർ ജീവിതവും കൗതാശികമായ ജീവിതാനുഭവമാണ്. നമ്മുടെ കർത്താവിനോടൊപ്പമുള്ള ജീവിതയാത്രയായി തുടർക്കാലത്തെ മനസ്സിലാക്കുവാൻ, അതൊരു കൗതാശികമായ അനുഭവമായി തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് ഒരു കൗതാശികമായ ചിന്ത മാത്രമാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ ഇന്നൊരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ഇതൊരു എഗ്രിമെൻ്റ് അല്ല, ഇറ്റ്സ് എ കവനന്റ് റിലേഷൻ, ഉടമ്പടി ബന്ധമാണ്. ജീവിതകാലം മുഴുവനും വിശ്വസ്തയോടും സ്നേഹത്തോടും പരസ്പരം കഴിഞ്ഞുകൂടിക്കൊള്ളാമെന്ന ദൈവസന്നദ്ധിയിൽ നിങ്ങൾ പരസ്പരവും ഈ വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യത്തിലും ഉറപ്പ് നൽകുന്ന കാര്യമാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ തുടർ ജീവിതം നിങ്ങൾക്കിഷ്ടം പോലെയല്ല, ഈ ഉടമ്പടി പ്രകാരം ഒന്നിച്ച് ജീവിക്കുവാൻ, വിശ്വസ്തതയും സ്നേഹവും പുലർത്തുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ നിസ്സഹായത ഒക്കെ നമുക്കറിയാം. എങ്കിലും ദൈവതമ്പുരാൻ നിങ്ങൾ രണ്ടുപേരെയും ഈ ഉടമ്പടിയുടെ ഉള്ളടക്കം മനസ്സിലാക്കി അനുഗ്രഹീതമായ ഒരു ദാമ്പത്യ ബന്ധം നിലനിർത്തുവാൻ ദൈവതമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിത ഭാര്യ ഭർത്തൃ ബന്ധം എന്നത് അടിസ്ഥാനപരമായി അത് ഒരു സ്നേഹബന്ധമാണ്. ഇത് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു അളന്ന് തൂക്കിയല്ല, സ്വന്തം ജീവിത പങ്കാളി ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്.
ഉപാധികളില്ലാത്ത സ്നേഹമാണ്, അതിർവരമ്പുകളില്ലാത്ത ദിവ്യ പ്രണയമാണ്. ഈ സ്നേഹം വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇത് തന്നെ വളരില്ല. അപ്പോൾ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം, ഭാര്യ-ഭർത്തൃ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളർത്തിയെടുക്കുവാനുള്ള നിരന്തരമായ അന്വേഷണമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. പറയില്ല, ദേഷ്യം വരുമ്പോഴൊക്കെ മറുപുറം തുളയ്ക്കുന്ന പ്രയോഗമൊക്കെ നമുക്കറിയാമല്ലോ, അതൊന്നും വേണ്ടെന്ന് ചുരുക്കം. ആ സ്നേഹത്തിൽ കരുതലുള്ള സ്നേഹം ജീവിതത്തിന് സിദ്ധിക്കുന്ന ഭാര്യ-ഭർത്തൃ ബന്ധത്തിലാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണമായ ജീവിതാനുഭവം നിങ്ങളുടെ കൂടെ നിങ്ങൾക്കുണ്ടാകണം ഒരു കുടുംബജീവിതത്തിൽ. ഒപ്പം തന്നെ അനുഗ്രഹീത തത്വത്തിലെ ആളത്വങ്ങൾ അവ വിഭിന്നങ്ങളാണെങ്കിൽ തുല്യതയിലും പങ്കാളിത്തത്തിലുമാണ്. ഇവിടെ ഒരു ആധിപത്യ ബന്ധമല്ല, പങ്കാളിത്ത ബന്ധമാണ്. നിങ്ങൾ രണ്ടുപേരും തുല്യരാണ് ദൈവസന്നിധിയിൽ. ഒന്നിച്ചു ചേർന്നൊരു കുടുംബജീവിതം നിർവഹിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വൈവിധ്യങ്ങളല്ല നിങ്ങളുടെ കുടുംബജീവിതത്തെ നയിക്കേണ്ടത്. ആ മനസ്സിൻ്റെ കൂട്ടായ്മയും ബന്ധം, മനസ്സിൻ്റെ ആ അടുപ്പമാണ്. തീർച്ചയായിട്ടും വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ തുല്യതയും പങ്കാളിത്തവുമുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. ഒരു ശരീരമാകുന്നുവെന്ന്, ശരീരം ഒന്നാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ മനസ്സ് ഹൃദയവും ഒന്നാക്കാൻ സാധിക്കും, അല്ലേ? അങ്ങനെ ഒരു മനസ്സും ഒരു ഹൃദയവുമുള്ള ഭാര്യ-ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ ഇടവരട്ടെ. അങ്ങനെ ആകുമ്പോഴും മനുഷ്യന് ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള വ്യക്തിത്വം, സ്വത്വബോധം അത് നഷ്ടപ്പെടുന്നില്ല. അത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഒരു ഭാഗത്ത് ഒരു കൂട്ടായ്മയുടെ തീവ്രമായ ജീവിതാനുഭവം, മറുഭാഗത്ത് അവരവരുടെ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട്. ദൈവം തമ്പുരാൻ അങ്ങ് ചെല്ലുമ്പോൾ ചോദിക്കില്ല, നീ എന്താ കൊച്ചെ ഇങ്ങനെയൊക്കെ ചെയ്ത്, അതിന് വല്ലാത്ത പണിയാണല്ലോ ചെയ്തത്. ഉപേക്ഷിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറ്റുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വമുള്ള ആ ഒരു കനിവ് എപ്പോഴും ഭാര്യയോട് കാണിക്കുവാൻ ഭർത്താവിന് ബാധ്യതയുണ്ട്. മാറി വരുന്ന സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ തനിക്കും ബാധ്യതയുണ്ട്. അങ്ങനെ കൊണ്ടും കൊടുത്തും കരുതിയും സ്നേഹിച്ചും വല്ലപ്പോഴൊക്കെ ഒന്ന് വഴക്ക് ഓടിക്കും, കുഴപ്പമില്ല. പക്ഷെ അത് നിലനിർത്തരുത്. മനസ്സിലെ ഇഷ്ടക്കുറവുകൾ നിലനിർത്തി ഇടയ്ക്കിടയ്ക്ക് വലിയ പൊട്ടലുണ്ടാകുക. ഓരോ ദിവസവും അന്നുണ്ടായ ഇഷ്ടക്കുറവുകളെല്ലാം തീർന്ന് കിടന്നുറങ്ങിയാൽ മതി. ഇല്ല ഒന്നതിച്ചോ ഇരിക്കണൊക്കെയാണ്. നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുള്ളതാകുന്നു ശുദ്ധമുള്ള തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
ദൈവവചനത്തിന്റെ പൂർണ്ണത അനുഭവിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നിൽ ആനന്ദിക്കുകയും അക്ഷയമായ സന്തോഷത്തിന് യോഗ്യരായി തീരുകയും ചെയ്യണമേ. നിന്റെ കരുണയാൽ ഞങ്ങൾ ശ്രമിക്കുകയും നിന്റെ ദൈവമായ സുഹൃത്തുക്കളോധിക്കുകയും നിന്നുള്ള അനുഗ്രഹങ്ങളിൽ നിറഞ്ഞുകയും ചെയ്യണമേ. ഞങ്ങളുടെ മനസ്സംഹൃദയങ്ങൾ ഫലമായി തീരണമേ. ഞങ്ങളുടെ സുരക്ഷയുമായി തീരണമേ. ദൈവമായ പ്രീതിപ്പെടുത്തിയ സർവശക്തരുടെയും കൂട്ടത്തിൽ പ്രകാരന്റെ പാപമായി ചെയ്യണമേ.
പ്രാപിക്കുവാൻ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായിട്ട് തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് സർവ്വകടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനാകുന്ന കർത്താവിനെ സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരം വാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബഹുലഘുന്യവുമോ സ്വതഹായാലുവൽമേ. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള പൂർവനും അനാദ്യന്തമായ നിലയിൽ എല്ലാ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിലയിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്യുന്നവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദേവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവികാശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോട് നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ അവിടുന്ന് സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവിടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, കത്തിലും പരത്തിലും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മരണം ശീമോൻ സുവിശേഷം യോഹന്നാൻ കൽപ്പിച്ച വിലയേറിയ രക്തത്താൽ ഞാൻ
നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കയായുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങൾക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്നതുപോലെ ഈ വന്യപിതാവിന്റെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മാശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. തന്റെ മെസ്സിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും നീക്കിക്കളയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നിയുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ടവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിതങ്ങളായ ശുശാല പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. പ്രാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹരാവും പകരം നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടന്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങളുടെ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും
ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. കർത്താവേ, അനശ്വരമായി വരുന്നതിനും അഴിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ആദിമനീതി നേരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. ഹൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. സാരയോടപരാത്തിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. പ്രഭുക്കയോടി സഹായിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. അതിനോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. പാർക്കുമോ മൂലം വാദാൽ മൂലം ൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ, ദയ ചെയ്തിടണമേ. വിജന്റെ പരം നാഥാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും പ്രഭവി നല്ലവരം നീ മുൻപേറവനേകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹിമാവിൻ കൊടിചൂടി തലയിൽ പാർക്കുമോ മൂലം വാദാവൽ മൂലം ഉൽമീനാമേ. വനവറയേ സ്വർഗ്ഗത്തിൽ സഭയെ നിത്താതൻ സ്ഥാപിച്ചാൻ. വാഗ്ദത്തം പോൽ സ്വർഗ്ഗേ നേടും സുൽത്താനന്മാർ ഹൈലേയർക്കോ സിവരേക്കാൾ നിന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. ശ്രീപാദങ്ങളുടെ സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 6-ാം അധ്യായം 3-ാം വാക്യം വരെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു.
സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവള് കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധവുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ മർമ്മമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും നിങ്ങളെല്ലാവർക്കും സമാധാനം. വിശുദ്ധമത്തായി എഴുതിയിരിക്കുന്ന പ്രകാരം ജീവൻ നൽകുന്ന പ്രസംഗമായ ശിഹായുടെ വിശുദ്ധേവൻഗേലിയോൻ മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യാത്ര പുറപ്പെട്ട് യോർദ്ദാനിന് മറുകരയിൽ യഹൂദ്യ പ്രദേശത്തെത്തിച്ചേർന്ന വലിയ ജനക്കൂട്ടം അവരെ കവിക്കുകയും അവനവിടെ വെച്ച് രോഗികളായിരുന്നവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാർ അവരുടെ അടുക്കൽ ചെന്ന് ഏതെങ്കിലും കാരണത്താൽ ഒരുവന് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് നിയമമുണ്ടോ എന്ന് ചോദിച്ചു. അവനവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: ആദ്യം സൃഷ്ടികർത്താവ് മനുഷ്യരെയാണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? കാരണം കൊണ്ട് പുരുഷൻ തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ശരീരമായി തീരുകയും ചെയ്യുന്നു. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കാതിരിക്കട്ടെ. അവർ അവരോടങ്ങനെ
ആയിരുന്നില്ല എന്ന് അവനരുളിയ ശൈനോ അശ്ലോ Ismayo soya nohes asioyo eklilo gahna soyem darisem വൈദിക Ismayo soya nohes asioyo eklilo gahna soyem darisem Ismayo soya nohes asioyo eklilo gahna soyem darisem കർത്താവ് നിന്നെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. നീതിയും കിരീടാക്ഷി ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ഹോശോ ബകുൽ സുബാൻ ലവൽമീ.
സന്തോഷിക്കുന്നവനായ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹാ തമ്പുരാൻ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹായുടെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതൈവന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. മരണകരമാകുന്ന അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യോസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതാകുന്ന അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് പരിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനാകുന്ന യൗസേപ്പിന് നൽകിയതാകുന്ന അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുമാറാകട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ബാറക്കുമോർ ഓശോ വബുകൂല സുബാൻ ലൗൽമേ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും
നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവ്വന്മാർ പരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന് മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്യപിതാവ് നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയധികം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. മേൽപ്പട്ടക്കാരിലും പട്ടക്കാരിലും ശുശ്രൂഷകരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവും ദൈവജന്യയുമായ വിശുദ്ധ കന്യമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആയിരിക്കുകയും ചെയ്തിട്ടുള്ളവരായ ഈ ഇടപെടൽ അവൽപിതാവായ ആ പ്രേമപിതാവിൻ്റെയും ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർത്തോമാശ്ലീഹായുടെയും മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായിരിക്കുന്ന മാർ ഗ്രിഗോറിയോസ്, മാർ ദിവന്യാസിയോസ് എന്നീ പിതാക്കന്മാരുടെയും സകപിതാക്കന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകരം എന്നേക്ക് നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറക്കുമോ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ധരിക്കുവാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുന്നതാകട്ടെ. അംഗീകരിക്കപ്പെടുമാറാകണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപാർന്ന മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകൾക്ക് വേണ്ടി തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും സംരക്ഷണവും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രത്യേകിച്ച് വിവാഹിതരായിരിക്കുന്ന ഇതിന്റെ മക്കളോടുകൂടെ ഇന്നും എന്നുണ്ടായിരിക്കട്ടെ. I found a love for me. Darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Darling, just hold my hand, be my girl, I'll be your man. I see my future
This love is like the ocean that's crashing over me. It's like falling rain on the driest plains as far as eyes can see. And this love is like the trees that are looking down on top of me. And this love is like no other. It's right where I wanna be. Nobody loves you like I do, and I never want them to. Nobody loves you like I do, and I can't get enough of you, and I don't ever want to. This love is like the church bells, as loud as they can ring, in the good man's face on his wedding day when he sees his bride to be. It's like a little girl holding her daddy's hand for everyone to see. Yeah, this love is like no other. It's taking over me. Nobody loves you like I do, and I never want them to. Nobody loves you like I do, and I can't get enough of you, and I don't ever want to. This love is like a mystery that's folding out in front of me. Yeah, this love is like no other. It's right where I wanna be. Nobody loves you like I do, and I never want them to. Nobody loves you like I do, and I can't get enough of you.
It's you, it's always you. If I'm ever gonna fall in love, I know it's gonna be you. It's you, it's always you. Met a lot of people, but nobody feels like you. So please don't break my heart, don't tear me apart. I know how it starts, trust me, I've been broken before. Don't break me again, I am delicate. Please don't break my heart, trust me, I've been broken before. I've been broken, yeah, I know how it feels to be open and then find out your love isn't real. I'm still hurting, yeah, I'm hurting inside. I'm so scared to fall in love, but if it's you, then I'll try. It's you, it's always you. If I'm ever gonna fall in love, I know it's gonna be you. It's you, it's always you. Met a lot of people, but nobody feels like you. So please don't break my heart, don't tear me apart. I know how it starts, trust me, I've been broken before. Don't break me again, I am delicate. Please don't break my heart, trust me, I've been broken before. No, I'm not the best at choosing lovers. We both know my past speaks for itself. If you don't think that we're right for each other, then please don't let history repeat itself. 'Cause I want you, I want you. There's nothing else I want. 'Cause I want you, I want you. And you're the only thing I want. It's you, it's always you. If I'm ever gonna fall in love, I know it's gonna be you. It's you, it's always you. Met a lot of people, but nobody feels like you. So please don't break my heart, don't tear me apart. I know how it starts, trust me, I've been broken before. Don't break me again, I am delicate. Please don't break my heart, trust me, I've been broken before. We were both young when I first saw you. I close my eyes and the flashback starts. I'm standing there on a balcony in summer air. See the lights, see the party, the ball gowns. See you make your way through the crowd and say hello. Little did I know that you were Romeo, you were throwing pebbles, and my daddy said stay away from Juliet. And I was crying on the staircase, begging you please don't go. And I said, Romeo, take me somewhere we can be alone. I'll be waiting, all there's left to do is run. You'll be the prince and I'll be the princess. It's a love story, baby, just say yes. So I sneak out to the garden to see you. We keep quiet 'cause we're dead if they knew. So close your eyes, just keep this town for a little while.
but you never come. Is this in my head? I don't know what to think. He knelt to the ground and pulled out a ring and said, "Marry me, Juliet. You never have to be alone. I love you, and that's all I really know." I talked to your dad. Go pick out a white dress. It's a love story, baby. Just say yes. We were both young when I first saw you. I hope that's romantic all my life, surrounded by couples all the time. I guess I should take it as a sign. I'm feeling lonely. Oh, I wish I find a lover that could hold me. Now I'm crying in my room, so skeptical of, but still I wanted more, more, more. I gave a second chance to Cupid, but now I'm left here feeling stupid. Oh, the way he makes me feel that love isn't real. Cupid is so dumb. I look for his arrows every day. I guess he got lost or flew away. Waiting around is the ways, and counting the days is November. His loving is good as they say. Now I'm so lonely. Oh, I wish I find a lover that could hold me. Now I'm crying in my room, so skeptical of, but still I wanted more, more, more. I gave a second chance to Cupid, but now I'm left here feeling stupid. Oh, the way he makes me feel that love isn't
ചന്തുപറിച്ചു ചേർന്നൊരു കല്യാണം. ചന്തു കൊടുക്കും ചന്തുകളെല്ലാം ആർക്കും വിളിച്ച് കൂടണ കല്യാണം. നീല നീല മിഴിയേ നീള നീള മൊഴിയേ ഒളിയം വിനയരുതേ ഇനി എൻ്റെ സുന്ദരിയേ നീല നീല മിഴിയേ നീള നീള മൊഴിയേ നീല നീല മിഴിയേ നീള നീള മൊഴിയേ ഒളിയം വിനയരുതേ ഇനി എൻ്റെ ജന്മസഖിയേ. I see a hero in you. You're my hero. Yeah, yeah, yeah. കണ്ണാടിക്കടമിടി മുന്നിൽ പൊന്നണിഞ്ഞ തിരിനീയോ മായല്ലേ മായല്ലേ കളിവാക്കിൻ മുനയുടെ നാവിൽ മുള്ളു തന്നെ എന്നാലും തേനായി നീ പറയില്ലേ എൻ്റെ കാതിൽ പതിയെ നീ ഞാനല്ലേ നിന്മാരൻ ഇളനീല നീല മിഴിയേ നീള നീള മൊഴിയേ നീല നീല മിഴിയേ നീള നീള മൊഴിയേ ഒളിയം വിനയരുതേ ഇനി എൻ്റെ ജന്മ സഖിയേ. I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah, yeah, yeah. I see a hero. I see a hero. I see a hero.
പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകുവോല സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകുവോല സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. 5 മണി അടുക്കുന്ന നിമിഷം വരെയും ആ കർത്തൃകരങ്ങൾ ഞങ്ങളെ പരിപാലിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏറിയ ദിനങ്ങളായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡിസംബർ 31 ഒരു ദിനം അനുഗ്രഹത്തിന്റെ ദിനമാക്കി മാറ്റണമേ. കർത്താവെ, അനുഗ്രഹമാകുന്ന ഒരു വിവാഹ ശുശ്രൂഷ നടക്കുവാനും തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പൊന്നുതമ്പുരാൻ മനോഹരമാക്കണമേ എന്നുള്ള മഹാഭാവികളും ദോഷികളുമാകുന്ന അടിയങ്ങളുടെ പ്രാർത്ഥന ചെവി കൊണ്ട് കേട്ട് ഇന്ന് അത് കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ നടത്തി തന്ന സത്യദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് കർത്താവെ ഇന്ന് കുടുംബജീവൻ തുടങ്ങുന്ന നിന്റെ മകനെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ യാത്രയിൽ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ധൈര്യത്തോടെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ച് അതിജീവിക്കുവാൻ കൃപ നൽകണം. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം. സമാധാനമുള്ളൊരു കുടുംബജീവൻ നയിക്കുവാൻ സഹായിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനങ്ങളെ ധ്യാനിക്കുവാനും കർത്തൃദിവസങ്ങളിൽ ആരാധനയ്ക്ക് പോകുവാനും മാതാപിതാക്കളെ കരുതുവാനും ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും മാനിക്കുവാനും വിനയമുള്ളൊരു കുടുംബജീവൻ നയിക്കുവാൻ
നിന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തമ്പുരാന്റെ പൊന്നുപാദപീഠങ്ങളിലായിരിക്കുന്ന ഇരു ഭവനത്തിലെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും നിന്റെ കരങ്ങളിൽ തരുന്നു. സകലവും സൃഷ്ടിച്ച സത്യദൈവത്തിന്റെ പൊന്നുപാദപീഠങ്ങളിൽ ഈ മക്കളുടെ യാത്രയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിന്റെ യാത്രയിൽ നീ ഞങ്ങളെ കരം പിടിച്ചു. ഞങ്ങളുടെ ഓരോ വഴികളിലും കൂടെയിരുന്നു. ഞങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും സന്തോഷത്തിലും ആനന്ദത്തിലും തമ്പുരാന്റെ തിരുക്കര ഞങ്ങളോട് കൂടെയായിരുന്നു. നാളുകളിലും അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. നാളെ പുതുവർഷം തുടങ്ങുകയാണ്. പുതിയ തീരുമാനമെടുത്ത് പുതിയ ദർശനങ്ങളോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഇന്ന് വിവാഹ ശുശ്രൂഷ നടന്ന അനേക ദേവാലയങ്ങളും അനേക ഭവനങ്ങളും ഉണ്ട്. അവരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു വിവാഹത്തിന് ജീവിത പങ്കാളി അന്വേഷിക്കുന്ന അനേകം മക്കളുണ്ട്. മാത്രമല്ല, ഇന്ന് ഈ ശുശ്രൂഷയെ കടന്നു വരാൻ കഴിയാതെ രോഗത്തിലും ഭാരത്തിലും ഭവനത്തിലും വിശ്രമിക്കുന്നവരുണ്ട്. തമ്പുരാന്റെ പൊന്നുകരങ്ങളിൽ സകലരെയും സമർപ്പിക്കുകയാണ്. ഈ പ്രിയ മക്കളുടെ യാത്രയെ തമ്പുരാന്റെ പൊന്നുകരങ്ങൾ തരുന്നു. നാളത്തെ റിസപ്ഷൻ കാര്യങ്ങളിലൊക്കെ തമ്പുരാന്റെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് എല്ലാം മനോഹരമാക്കണം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് മാത്രം. സകലതും പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിന്റെ പിതാവേ, ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്നോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവൾ നീയാകുന്നു. ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഓർപ്രാവശ്യ എല്ലാ വിഷയങ്ങളുടെ മേലും ഈ മക്കളുടെ കുടുംബജീവിതത്തിന്റെ മേലും ഈ പ്രിയമക്കളുടെ യാത്രയിന്മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. തേടി ഞാൻ വന്നു ചേ